സിൻഫൽസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൽ നല്ല ഫീൽ ഗുഡ് മൂവീസിലെ എൻ്റേതായ കുറച്ച് ഫേവറേറ്റ് ഉണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് മൂവീസാണ് ഞാൻ പറയാൻ പോണത്. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ച് മൂവീസ് എക്സ്ട്രാ വരും, അത് ഞാൻ നിങ്ങൾക്ക് പാർട്ട് 2 വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താം. ആദ്യത്തെ മൂവീസ് തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് തന്നെ ആയിരിക്കും, കുംബ്ലിംഗ് നൈറ്റ്സ്. അത് ഒരു അന്നേര സിനിമ തന്നെയാണ്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മധു സി നാരായണനും റിട്ടേൺ ചെയ്തത് നമ്മുടെ ശ്യാം പുഷ്കരനുമാണ്. പിന്നെ നമ്മുടെ ഫാത്തിൽ അങ്ങനെ പിന്നെ ദിലീഷ് പോത്തൻ അങ്ങനെ അവരൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷെയ്ൻ നിഗം, സൗബിൻ, ഫാസിൽ എല്ലാവരും ഉണ്ട് സിനിമയിൽ. സിനിമയെ പറ്റി ഞാൻ യാതൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ്. പിന്നെ സിനിമാറ്റോഗ്രഫി ഷൈജു ഖാലിദാണ്. അതും നമുക്ക് ആ സിനിമാറ്റോഗ്രഫി ആ സിനിമയിൽ കൃത്യമായിട്ട് അറിയാം, കാരണം അത്ര ഭംഗിയായിട്ട് എടുക്കുക. ഓരോ ഫ്രെയിമായി പോലും ഒരു കിടിലം ഫ്രെയിം നിങ്ങൾക്ക് എല്ലാവരും ഓർമ്മയുണ്ടാവും. നമ്മുടെ സൗബിൻ വഞ്ചിയിൽ വരുന്ന സീൻ. പിന്നെ നമ്മുടെ ഷുസിൻ ഷാ മ്യൂസിക് എടുത്ത് പറയേണ്ടതാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയിൽ നമുക്കിപ്പോൾ ആക്ഷൻ മൂവിയിൽ ഇപ്പോൾ ആക്ഷൻ വന്നാൽ പോലും BGM ഒക്കെ വേണം, എങ്കിൽ പോലും ഫീൽ ഗുഡിലൊരു മ്യൂസിക് ഇല്ലാണ്ട് ഫീൽ ഗുഡ് ഇല്ല എന്ന് പറയണ പോലെ ഒരു മ്യൂസിക് വേണം. ഒരു ലോ ലെവലിലുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് മ്യൂസിക് എന്തായാലും വേണം. പിന്നെ ഇത് അത്യാവശ്യം നല്ല കിടിലം ഹിറ്റായ സിനിമ. ഇതുപോലത്തെ ഒരു പടം പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ആരും കാണാത്തവരാണെങ്കിൽ, ഇപ്പം നോൺ മലയാളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ആരും കാണാതെ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് നമ്മുടെ കുംബ്ലിംഗ് നൈറ്റ്സ്. എല്ലാവരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ്, എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ്. അടുത്ത സിനിമ നമുക്ക് നോക്കാം. അടുത്തത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കുംബ്ലിംഗ് നൈറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് ഒരു കൊറോണ ടൈമിൽ വന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഹോം. സിനിമ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ റോജിൻ തോമസ് ആണ്. റൈറ്റ് ചെയ്തിരിക്കണം അദ്ദേഹം തന്നെ. പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ വിജയ് ബാബുവാണ്. സിനിമയിലുള്ളത് നമ്മുടെ നസ്ലിനുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, ശ്രീനാഥ് ബാത്തി ഉണ്ട്, മഞ്ജു പിള്ളയുണ്ട്. ഒരു 3 പേരും ഒരു ഫാമിലി, ഒരു 4 പിന്നെ ഒരു അപ്പച്ചനും ഉണ്ട്. അങ്ങനെ ഒരു 5 പേരിലൊരു കുടുംബമാണ്. പുള്ളി ഡയറക്ടറാണ് നമ്മുടെ ശ്രീനാഥ് ബാസി. അദ്ദേഹത്തിന് ചൊല്ലി ഉണ്ടാകുന്ന നമ്മുടെ മൊബൈലിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊക്കെയാണ് സിനിമയുടെ ഒരു മെയിനായിട്ട് പ്ലോട്ടായിട്ട് പറയാൻ. നിങ്ങൾ കണ്ടിരിക്കുന്നത് അത്യാവശ്യം ഒരു ഡ്യൂറേഷൻ ഉണ്ട്, ഏകദേശം 161 മിനിറ്റ് ഉണ്ട്, ഏകദേശം ഒരു 2.5 അത്ര റേഞ്ച് ഉണ്ട്. നമ്മുടെ ആമസോൺ പ്രൈമിലാണ് സിനിമ സ്ട്രീം ചെയ്തിരിക്കുന്നത്. കൊറോണ ടൈമിൽ കിട്ടിയൊരു കിട്ടില്ല സാധനം, എനിക്ക് ആ സമയത്ത് ഇഷ്ടപ്പെട്ടാണ്. അത്യാവശ്യം നല്ല എന്താ കണ്ടിരിക്കാം, അത്ര ലെങ്ത് ഉണ്ടെങ്കിൽ പോലും ഒരു ബോറടിക്കാതെ കുറച്ച് തമാശകൾ, പിന്നെ അങ്ങനെ ഒരു ഫീൽ ഗുഡ് ടൈപ്പിൽ പോവും. പിന്നെ മ്യൂസിക് നമ്മുടെ രാഹുലാണ്, അത്യാവശ്യം കിടു മ്യൂസിക് തന്നെയാണ്. അപ്പം നിങ്ങൾ എന്തായാലും കണ്ടിരിക്കുക. ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മൂവിയാണ്. ഹോം ഒരു കിടിലൻ ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. അടുത്തതും എല്ലാവരും കണ്ടിരിക്കാൻ തന്നെ ഒരു മൂവീസാണ് അരവിന്ദൻ്റെ അതിഥികൾ. ഒരു മൂകാംബിക നടക്കുന്ന ചെറിയ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ലോഡ്ജിൽ നടത്തുന്ന നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഒരു ലോഡ്ജ് നടത്തുന്നുണ്ട്. അതേ ചുറ്റുപടുത്ത് കുറച്ച് ആൾക്കാർ വരുന്നു, ഡാൻസ് പരിപാടി, അങ്ങനെ കുറച്ചൊരു മ്യൂസിക്കൽ ഫീൽ ഗുഡ് അങ്ങനെ പറയാം. ആ മ്യൂസിക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്ന മ്യൂസിക് തന്നെയാണ്. മ്യൂസിക് ഇല്ലെങ്കിൽ സിനിമ തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഫീൽ ഗുഡിൻ്റെ മൊത്തത്തിൽ ടൈപ്പ് അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസനുണ്ട്, നിഖില വിമലുണ്ട്, നമ്മുടെ ലെജൻഡ് ശ്രീനിവാസൻ സാറുണ്ട്. അത്യാവശ്യം പുള്ളി ഇപ്പോൾ പുതിയ സിനിമയിൽ, പഴയ സിനിമാസിൽ ലെജൻഡ് തന്നെയാണ്, പുതിയയിൽ വന്നതിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പടം തന്നെയായിരുന്നു ഇത്. പിന്നെ നമ്മുടെ ഷാൻ റഹ്മാനാണ് മ്യൂസിക്കിൽ ചെയ്ത നല്ല കിടിലം വർക്ക് തന്നെയായിരുന്നു. കാരണം പാട്ടായ പോലും മൂകാംബികയുടെ മ്യൂസിക് സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ് ബ്യൂട്ടി ഒക്കെ ഡയറക്ടർ എടുത്തത് നമ്മുടെ മോഹനാണ്. പുള്ളി ആ മൂകാംബികയുടെ ഫുൾ ഭംഗി തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ വൺ ഓഫ് ദ ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യണ മൂവീസ് തന്നെയാണ്. നമുക്ക് ഇങ്ങനെ കണ്ട് രസിച്ച് ഒരു ബോറടിക്കില്ല, അതായത് വേറെ ടെൻഷനൊന്നുമില്ല, ചുമ്മാ റിലാക്സ് ആയിട്ടിരുന്ന് കാണാം, അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയാണ്. ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യണം. ആദ്യത്തെ 3 എൻ്റെ റെക്കമെൻഡ് ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണ് എന്തായാലും പോയി കാണണം. ഇനി അടുത്തത് ഇതും ഞാൻ ഇത് പറഞ്ഞ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മലയാളീസും എല്ലാവരും. നമ്മുടെ മാർട്ടിൻ പ്രക്കാട് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ചാർലി. 2015 റിലീസ് ചെയ്ത സിനിമയാണ്. എല്ലാവർക്കും അറിയണ പോലെ നമ്മുടെ ദുൽഖർ സൽമാനാണ് സിനിമയിലെ നായകൻ. പാർവതിയുണ്ട്. ഇവർ രണ്ടുപേരും മെയിനായിട്ട് ലീഡ്. പാർവതിയുടെ കഥ പോണ രീതിയിൽ ഇടയ്ക്ക് ഫ്ലാഷ് ബാക്ക് പോലെ ദുൽഖറും ഉള്ള സംഭവങ്ങളും കുറച്ച് നല്ല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട് സിനിമ. ഒരു യാത്ര അനുഭവം പോലെ ഒരു യാത്ര, അതായത് പാർവതി യാത്ര, നമ്മുടെ ദുൽഖറിൻ്റെ യാത്ര, അതിൽ വരുന്ന ക്യാരക്ടേഴ്സ്, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞു വെക്കുന്നത്. പിന്നെ മ്യൂസിക് ചെയ്യുന്നത് ഗോപി സുന്ദറാണ്. സിനിമ ഏകദേശം 135 മിനിറ്റ് ഉണ്ട് സിനിമ. പിന്നെ എന്തായാലും ഇതും എൻ്റെ ലിസ്റ്റിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ് ചാർലി. നമ്മുടെ ഈ സൺനെസ്റ്റിലാണ് സിനിമ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കാണാത്തവരാണ് എന്തായാലും പോയി കാണാം.
പിന്നെ നമ്മുടെ ടൊവിനോ ചെറിയൊരു ക്യാമറ റോളൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് പറഞ്ഞ് കൂടുതൽ ബോറടിപ്പിക്കാനുള്ള നമുക്ക് അടുത്ത മൂവിയിലേക്ക് കിടക്കാം. അടുത്തതും ഒരു എന്താ, ഇത് ഇത്തിരി ഇമോഷണൽ ഹുക്കുകളാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാലും ഇതിലെ ക്യാരക്ടേഴ്സും ആ കഥയൊക്കെ ഒന്നും മറക്കാൻ പറ്റില്ല. ഗപ്പി സിനിമ ഡയറക്റ്റ് ചെയ്തതിനും എഴുത്ത് എഴുതുന്നത് നമ്മുടെ ജോൺ പോൾ ജോർജ് ആണ്. പിന്നെ സ്റ്റാറിങ് നമ്മുടെ ചേതൻ, ടൊവിനോ തോമസ്, ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഇതിലുണ്ട്. നമ്മുടെ ടൊവിനോ തോമസും പിന്നെ ചേതൻ എന്ന് പറയുന്ന ഇപ്പം പുള്ളി അതിനുശേഷം പിന്നെ വേറെ സിനിമ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കണില്ല. പിന്നെ ഗിരീഷ് ഗംഗാധരനാണ് സിനിമാറ്റോഗ്രഫി, നല്ല കിടിലൻ സിനിമാറ്റോഗ്രഫിയാണ്. നമ്മുടെ മ്യൂസിക് ചെയ്യുന്ന വിഷ്ണു വിജയാണ്. പിന്നെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഗപ്പി അതിൽ പറയുന്ന പോലെ ഗപ്പിയും ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതേ പറ്റി നടക്കുന്ന ചില തർക്കങ്ങളും, ടൊവിനോ ഒരു എൻജിനീയറിംഗ് ആണ്, പിന്നെ നമ്മുടെ മെയിൻ ലീഡായിട്ടുള്ള ആ ഒരു യൂത്ത് ബോയ് എന്താ ഈ ഗപ്പിയൊക്കെ വളർത്തി നടക്കണം. ആ എൻജിനീയറിംഗ് വരുമ്പോൾ ആ കുറച്ച് സംഭവങ്ങളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കുറച്ച് ഇമോഷണൽ ഹുക്ക്, ഫാമിലി, എന്താ മദറും ആയിട്ടുള്ള റിലേഷൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ഇപ്പം ഈ മോസ്റ്റ്ലി ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ തന്നെയാണ് സിനിമ പറയണത്. ഇതും ഒരു കിടിലൻ ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. അടുത്ത സിനിമയിൽ കിടക്കാം. അടുത്ത സിനിമ നമ്മുടെ ജാനിമൻ. ചിലപ്പോൾ പേര് കിട്ടപ്പോൾ എല്ലാവർക്കും ഒരു തോന്നിയുണ്ടാവും, ഇത് പേര് വലിയ അതായത് പിടികിട്ടാത്തൊരു പേരൊക്കെ ആണെങ്കിൽ പോലും സിനിമ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ചിദംബരമാണ്, അതായത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ. മഞ്ഞുമൽ ബോയ്സിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പുള്ളിയുടെ മുൻ വർക്കാണ് ഇനി വരാൻ പോണത്. അടുത്താലും കിട്ടുന്ന വർക്ക് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണു. അപ്പോൾ അതിൻ്റെ പാക്കപ്പ് ഷൂട്ടൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ബേസിൽ ജോസഫാണ് നായകൻ, ലാലുണ്ട്, അർജുൻ അശോകനുണ്ട്, നമ്മുടെ ബാലു വർഗീസ് ഉണ്ട്, ഗണപതിൻ്റെ ഇഷ്ടം പോലെ കാസ്റ്റ് ഉണ്ട്, നമ്മുടെ അംബാനുണ്ട്, അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കോമഡി, ഇതൊരു കോമഡി ഫീൽ ഗുഡ് ടൈപ്പാണ്. എന്താ ഒരു രണ്ട് അയൽവാസികൾ തമ്മിലുള്ള ഒരു മരണം, പിന്നെ അവിടേക്ക് നമ്മുടെ ബേസിൽ ജോസഫ് വരുന്നു, അതേ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ സിനിമ അങ്ങനെ പറഞ്ഞുതരിക. ആ ഒരു ലൈനിൽ ചെറിയൊരു ത്രെഡിൽ തുടങ്ങി അത്യാവശ്യം ഇങ്ങനെ വലുതായിട്ട് വരുന്ന, അത്യാവശ്യം കുറച്ച് നേരമുണ്ട്, ഏകദേശം 147 മിനിറ്റ് ഉണ്ട് സിനിമ. ഒട്ടും തന്നെ ബോറടിപ്പിക്കില്ല. ആ ഒരു കോമഡി ഫീൽ ഗുഡ്, നമ്മുടെ തുടക്കത്തിലൊക്കെ വിചാരിക്കും ഇത് വേറെ ഇതിലാണെന്ന്, പക്ഷേ അത് രസകരമായിട്ട് നമ്മുടെ ബേസിൽ ജോസഫൊക്കെ വന്നോടെ സിനിമ വേറൊരു കോമഡി ഫീൽ ഗുഡ് ടൈപ്പിലേക്ക് വന്നു. എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്ലൈമാക്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണാം. ഇതും നല്ല രസമുള്ളൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. ഇനി അടുത്ത സിനിമ ബാംഗ്ലൂർ ഡേയ്സ്. ഇത് കാണാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല. നമ്മുടെ യൂത്ത് മുതൽ 90s കിഡ്സ് അവരൊക്കെ വരെ എന്തായാലും കണ്ട സിനിമ തന്നെ ആയിരിക്കും. അഞ്ജലി മേനോനാണ് ഡയറക്ടറും റിട്ടേൺ ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസറായിട്ട് നമ്മുടെ അൻവർ റഷീദാണ്. പിന്നെ നസ്രിയ നസീം, നിവിൻ പോളി, ദുൽഖർ, ഫഹദ് ഫാസിൽ, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മുടെ പാർവതി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അത്യാവശ്യം ഒരു മൾട്ടി സ്റ്റാർ എന്ന് തന്നെ പറയാം. നമ്മുടെ നിവിൻ പോളി ചെറിയ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി സ്റ്റൈലൊക്കെ പിടിച്ച നല്ലൊരു മൂവി തന്നെയായിരുന്നു. ദുൽഖറിനും അദ്ദേഹത്തിൻ്റെ കരിയറിലെ നല്ലൊരു മൂവി തന്നെയാണ്, ഒരു ഫീൽ ഗുഡ് ടൈപ്പ്. നസ്രിയ അഭിനയിച്ച ചില ചിത്രങ്ങൾ മികച്ച, അപ്പോൾ ഇവരുടെ 3 പേരിലും മികച്ചൊരു ചിത്രങ്ങളിൽ എടുക്കാവുന്ന ചിത്രം തന്നെയാണ് ബാംഗ്ലൂർ ഡേയ്സ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോപി സുന്ദറാണ്. 171 മിനിറ്റ് ഉണ്ട് സിനിമ. ഒരു ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ബാംഗ്ലൂരിൽ അവരൊരു ഹോളിഡേയ്സ് അങ്ങനെയൊക്കെ പറയണ പോലെ ഒരു ഫാമിലി ബന്ധങ്ങളുണ്ട്, ഫ്രണ്ട്ഷിപ്പ്, മെയിനായിട്ട് ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസും, പിന്നെ അതിൽ ബാക്കിലുള്ള ചില സ്റ്റോറീസും അങ്ങനെയൊക്കെ. എന്താ നമ്മുടെ ഫഹദ് ഫാസിൽ ഇത്തിരി എന്താ പറയുക, ഒരു ഹാപ്പി സാഡ് ക്യാരക്ടർ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ദുൽഖറിൻ്റെ എല്ലാവർക്കും വ്യത്യസ്തമായിട്ട് കഥകളുണ്ട്, അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്, അവരുടേതായ ആഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ. ഇവരുടെ 3 പേരും വ്യക്തിത്വം വേറെയാണ്. അതിനനുസരിച്ച് അവർക്കൊരു സ്റ്റോറീസ്, അങ്ങനെ 3 പേരും അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള വഴികളും ആ 3 വഴികളിലും പല പല രീതിയിലുള്ള കഥകളുമാണ്. അതാണ് എനിക്ക് ബാംഗ്ലൂർ ഡേയ്സ് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള കാരണം. എന്താ ഇനി ഇതുപോലത്തെ ഒരു സിനിമ ഉണ്ടാകുന്ന തന്നെ ഡൗട്ടാണ്. അത്രയ്ക്ക് നല്ലൊരു ഫ്രഷ് കൺസെപ്റ്റ് ആയിരുന്നു. ഈവൻ ഈ ഫ്രണ്ട്ഷിപ്പ് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ഈവൻ മഞ്ഞുമൽ ബോയ്സ് തന്നെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ വെല്ലുന്ന ജസ്റ്റ് നമ്മുടെ ഒരു ഫീൽ ഗുഡ് ടൈപ്പ്, ഒരിക്കലും മറക്കാത്ത ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി തന്നെയാണ്. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ഇനിയാണ് ഇപ്പം ഞാൻ പറയണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവരും കണ്ടിരിക്കുന്ന ചിത്രം തന്നെയായിരിക്കും, എല്ലാവരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമ ആയിരിക്കും. ഇനിയുള്ള കുറച്ച് സിനിമകളുണ്ട്. ഏകദേശം ഇത് അങ്ങനത്തെ ഒരു ചിത്രമാണ്, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഇല്ല. നമ്മുടെ ഡയറക്ടർ നമ്മുടെ അൽതാഫ് സലീമാണ്.
പിന്നെ റിട്ടേൺ ബൈ അൽതാഫ് സലീമും പിന്നെ ജോർജാണ് രണ്ടുപേരും കൂടെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നെയിം പോളിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഒന്ന് ഓർക്കുന്നുണ്ട്, അന്ന് ഇത് എനിക്ക് ഒരു ശ്രദ്ധേയമായൊരു ഹെഡ്ലൈൻ ആയിരുന്നു നമ്മുടെ നെയിം പോളി പ്രൊഡ്യൂസ് ചെയ്ത്. പിന്നെ സ്റ്റാറിങ് നമ്മുടെ സിജു വിൽസൺ ഉണ്ട്, നിവിൻ പോളി ഉണ്ട്, പിന്നെ ശാന്തി കൃഷ്ണ, ലാല്, സൃണ്ട, ഐശ്വര്യ ലക്ഷ്മി, അഹാന കൃഷ്ണ, അതിന് ഇഷ്ടം പോലെ ക്യാസ്റ്റ് നമുക്ക് അറിയാവുന്നവരൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ജസ്റ്റിൻ വർഗീസ് ഇതാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു വെറൈറ്റി, ഒരു ക്യാൻസർ ടോപ്പിക്കാണ്. ഏകദേശം ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ ടച്ച് തന്നെയാണ് സിനിമയും പറയണത്. ഏറ്റവും അവസാനം ക്ലൈമാക്സും ഒരു രസമുള്ള, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് തന്നെയാണ്. എന്താണ് അവിടെ നടന്നത് എന്നുള്ള ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. ചിലപ്പോൾ നമ്മൾ ഊഹിച്ചായിരിക്കും കറക്റ്റ്, അല്ലെങ്കിൽ വേറെ ആയിരിക്കും. ഞങ്ങളുടെ അൽത്താഫിൻ്റെ ഓടും കുതിര ചാടും കുതിര റിലീസ് ചെയ്ത ഒരു വർഷമായിരുന്നു, പക്ഷെ അത് ആർക്കും കണക്റ്റ് ആയില്ല. OTT കാണുന്നപ്പോഴും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻറ്റ്, വണ്ടർഫുൾ എന്നൊന്നും പറയാനുള്ള ഡീസൻ്റ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. അപ്പോൾ ഞണ്ടുകളുടെ നാട്ടിലും ഒരു ചെറിയ രസകരമായിട്ടുള്ള, എന്താ ടൈറ്റിൽ പറയണ പോലെ, എന്താ അവരുടെ നാട്ടിലോട് ഒരു എന്താ കുടുംബത്തിലുള്ള ചെറിയ സംഭവം തന്നെ പറയണത്. ചില കോമഡി രംഗങ്ങൾ അത്യാവശ്യം നല്ല കിടിലം തന്നെയാണ്. പിന്നെന്താ, ഈ ഒരു ക്യാൻസർ അതിനെ ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണാം. നമ്മുടെ ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇത് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം. സിനിമ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ദിലീഷ് പോത്തനാണ്. പിന്നെ റൈറ്റ് ചെയ്തത് നമ്മുടെ ശ്യാം പുഷ്കറിനാണ്. പിന്നെ സിനിമാറ്റോഗ്രഫി ഷൈജു ഖാലിദാണ്. സിനിമാറ്റോഗ്രഫി ഷൈജു ഖാലിദാണെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും. ഈ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിനും അതിൻ്റേതായ ഒരു ഭംഗി തന്നെയുണ്ട്. ആ ഇടുക്കിയുടെ ഭംഗിയും പിന്നെ ലവ് ട്രാക്ക് റിവെഞ്ചിന് വരെ ഭയങ്കര ഭംഗി തന്നെയാണ്. ഇത് എല്ലാവർക്കും നമ്മുടെ സൗബിനൊക്കെ ഉണ്ട്. സൗബിൻ്റെ ഒരു ഫേമസ് എന്താ ഒരു ഐക്കോണിക് സീനൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ അലൻസിയർ ഉണ്ട്, അനുശ്രീ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ. ഇതിൻ്റെ മീമൊക്കെ എല്ലാവരും നല്ലോണം കണ്ട് എല്ലാവരും കണ്ട സിനിമ തന്നെ ആയിരിക്കും. കണ്ടില്ല നിങ്ങൾ എല്ലാവരും കാണണം. ഇന്ന് ഞാൻ വീഡിയോ പറഞ്ഞ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ്. ഒന്നും തന്നെ ഒഴിവാക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് കിടിലം ഫീൽ ഗുഡ് ന്യൂസാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു ടൈം ലോസ് ആയിട്ട് തോന്നില്ല. അപ്പോൾ ആ സിനിമ ഏകദേശം 120 മിനിറ്റ് ഉണ്ട്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു റിവെഞ്ച് ടൈപ്പ് നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണാം. അപ്പോൾ വീഡിയോ ലെങ്ത് ഞാൻ ഒരുപാട് കൂട്ടണ്ടോ എന്ന് വെച്ച് നിർത്താണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി മൂവി റെക്കമെൻഡേഷനായിട്ട് വരാം. എൻ്റെ ഒരു മുൻ വീഡിയോ ഉണ്ട്, അതായത് നമ്മുടെ അണ്ടർ റേറ്റഡ് ത്രില്ലർ. അപ്പോൾ എല്ലാവരും പോയി കാണാം. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നതായിരിക്കും.